അദാനി ഉൾപ്പെട്ട കൽക്കരി വിവാദം വീണ്ടും തലപൊക്കാൻ കാരണക്കാരനായത് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ്. കൽക്കരി തട്ടിപ്പ് കേസിൽ അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച തമിഴ്നാട് സർക്കാർ കൊളുത്തുവിട്ട വിവാദം പാർലമെന്റിന്റെ പടി കൂടി കടന്ന് മുന്നോട്ടു പോകുന്നു. ഈ വിവാദങ്ങൾക്ക് അല്പം ചരിത്രത്തിന്റെ വശം കൂടിയുണ്ട്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്തെ കള്ളക്കടത്ത് വിരുദ്ധ അതോറിറ്റി രാജ്യത്തുടനീളം ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു. അദാനി ഗ്രൂപ്പ്, അനിൽ ധീരുഭായ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ്, SR, അതുപോലെ ജിൻഡാൽസ് തുടങ്ങി 40 കൽക്കരി ഇറക്കുമതിക്കാർ ഉൾപ്പെട്ട കൽക്കരി ഇറക്കുമതിയിൽ വൻ തട്ടിപ്പിന് സാധ്യതയുണ്ടെന്നാണ് അന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കണ്ടെത്തിയത്. BJP അടുപ്പമുള്ളവരാണെന്ന് കരുതപ്പെടുന്ന ശതകോടീശ്വരന്മാരും ഇന്ത്യയിൽ സ്വാധീനമുള്ള മറ്റ് ബിസിനസ് ഉടമകളും ചേർന്ന് ഇന്ത്യൻ പവർ പ്ലാന്റുകൾക്കായി ഇന്തോനേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കൽക്കരിയുടെ ചെലവ് വർദ്ധിപ്പിച്ച് വലിയൊരു കൊള്ള നടത്തിയിരുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രകടമായിരുന്നു. 2015-നും 2016-നും ഇടയിൽ കൽക്കരി ഇറക്കുമതിയുടെ അമിത മൂല്യനിർണ്ണയത്തെക്കുറിച്ച് ധനം, ഊർജം, കൽക്കരി എന്നീ മന്ത്രാലയങ്ങളോടായി പാർലമെന്റിൽ 6 ചോദ്യങ്ങളോളം ഉയർന്നതാണ്. വിഷയം ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അന്വേഷിക്കുമെന്നായിരുന്നു വിവിധ മന്ത്രാലയങ്ങൾ എല്ലാ ചോദ്യത്തിനും ഉത്തരമായി നൽകിയത്. എല്ലായ്പ്പോഴും ഒരു മന്ത്രി പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ഒരു ഉറപ്പ് നൽകിയാൽ അത് നടക്കാൻ പോകുന്ന കാര്യമാണെന്നായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. ഗവൺമെന്റ് നൽകുന്ന അത്തരം എല്ലാ ഉറപ്പുകളും 3 മാസത്തിനുള്ളിൽ നടപ്പിലാക്കുകയും സഭകളിൽ നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു ഉത്തരവാദിത്ത നിരീക്ഷണ സമിതിയായി ഒരു അഷുറൻസ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയുമാണ് പതിവ്. അതിനാൽ മന്ത്രാലയങ്ങളുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ 2015 ഏപ്രിൽ മുതൽ അദാനി ഗ്രൂപ്പിനെയും മറ്റുള്ളവരെയും കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നത് ഒരു ഉറപ്പായി സഭയിൽ രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണം പൂർത്തീകരിക്കാനും അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നുവെന്നും അതിൻ്റെ കണ്ടെത്തലുകളും പാർലമെന്റ് അംഗങ്ങളെ അറിയിക്കാനും സ്വാഭാവികമായി സർക്കാർ പ്രതിജ്ഞാബദ്ധരാവുകയാണ്. പിന്നീടുള്ള 6 വർഷങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അഷുറൻസ് കമ്മിറ്റികൾ ഗവൺമെന്റിനോട് അന്വേഷണങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ ആവർത്തിച്ചാവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പല സമയപരിധികളിൽ അവസാനിച്ചിട്ടും ഇപ്പോഴും ഉത്തരങ്ങൾ കാണാമറയത്ത് വിശ്രമിക്കുകയാണെന്ന് പറയേണ്ടി വരും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അദാനിയുടെ അഴിമതികൾ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നിയമനിർമ്മാതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദാനി ഗ്രൂപ്പിൻ്റെയും മറ്റു കോർപ്പറേഷനുകളുടെയും ആരോപണ വിധേയമായ അഴിമതികൾ അന്വേഷിക്കുമെന്ന് ഏറ്റവും കുറഞ്ഞത് 7 തവണയെങ്കിലും പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പുകൾ 3ാം മോദി സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഇക്കുറി ശക്തമായ പ്രതിപക്ഷം നില ഉറപ്പിച്ച സാഹചര്യത്തിൽ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എങ്കിൽ അതിന് പാർലമെന്റിൽ തന്നെ മറുപടി പറയണമെന്ന ബോധ്യം BJPക്കുണ്ട്.